കർത്താവിനെ കേന്ദ്രീകരിച്ച് വേദപുസ്തകത്തെ ആധാരമാക്കി ഈശോയിൽ സംഭവിച്ച ആ കാര്യങ്ങൾ, രക്ഷാകരമായ സംഭവങ്ങൾ, അത് പഴയ നിയമത്തിലുമായിട്ട് ബന്ധപ്പെടുത്തി ആ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ ആ രക്ഷാകര സംഭവങ്ങളെല്ലാം അവതരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ തരത്തിൽ ഒരു വേദപുസ്തക അടിത്തറ അതിന് ഉണ്ട്. വേദപുസ്തകം അല്ലെങ്കിൽ മിശിഹായെ രക്ഷാകര സംഭവങ്ങളെയൊക്കെ ദീർഘകാലം ബൈബിളിലൂടെയൊക്കെ വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ജീവിച്ചവരാണ്. അവരുടെ ചിന്തകൾ, അവരുടെ ദർശനങ്ങൾ ഒക്കെ ഇവിടെ ഓരോ വിചിന്തനത്തിൽ അവരെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം സഭാപിതാക്കന്മാരോടൊപ്പമുള്ള ഒരു യാത്രയായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പിൻബലം ഈ പുസ്തകത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ നല്ലൊരു ഗ്രന്ഥം ഈ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് തലമുറയ്ക്ക് അത് പ്രയോജനകരമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. (2026) 50 നോമ്പ് കാലഘട്ടത്തിൽ ഫീഡ് മൈ ഷീപ്പ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അനേകം വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് ഫാദർ ജിസൺ പോൾ വേങ്ങാശ്ശേരിയുടെ നേതൃത്വത്തിൽ വിതച്ച നോമ്പുകാല ധ്യാന ചിന്തകൾ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഇന്ന് അക്ഷരങ്ങളായി വിരിയുകയാണ്. ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രത്തിലേക്ക് ആഴമായി ഇറങ്ങി ദൈവശാസ്ത്രപരമായും സഭാപഠനത്തിലൂന്നിയും വചനത്തിൽ അധിഷ്ഠിതവുമായി അനേകം വിശ്വാസ ഹൃദയങ്ങളിലേക്ക് എത്തിച്ച നോമ്പുകാല ചിന്തകൾ പ്രേക്ഷകരെ ക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രത്തിനെ കുറിച്ച് ആഴമായി ചിന്തിക്കുവാനും അറിവ് ലഭിക്കുവാനും പ്രേരിപ്പിച്ച ആ വചനങ്ങൾ ഇന്ന് നോമ്പുകാല സമാഹാരത്തിന്റെ ഒരു പുസ്തകമായി പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഇംഗ്ലീഷ് മലയാളം പതിപ്പിലുള്ള മാർഗം എന്ന ആ പുസ്തകം ഇന്ന് അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിനാൽ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നു. ഗ്രന്ഥകർത്താവായ ഫാദർ ജിസൺ പോൾ വേങ്ങാശ്ശേരി അച്ഛന് തിരുപ്പട്ടം നൽകിയ അതേ കരങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മീയ പാതയിൽ വിരിഞ്ഞ ഈ പുസ്തകവും ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത്. പിതാവേ, ഞാൻ ഈ ബുക്കിന്റെ അവതാരിക വായിക്കുവാൻ ഇടയുണ്ടായി. ഞാനിത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം തീർച്ചയാണ്, പിതാവ് ഉറപ്പായിട്ടും അതിന്റെ ഓരോ വരികളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അപ്പം പിതാവിന് ഈ വരികളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് ഉണ്ടായ ഒരു ചിന്ത ഒന്ന് പങ്കുവെക്കാമോ? എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ പിന്നെ ഓരോ വരികളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തം വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ സമയം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, തൃപ്തി തോന്നി. കാരണം നല്ലൊരു ആത്മീയ പുസ്തകം എന്ന നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. മാർഗം എന്നുള്ളതിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. മാർഗം എന്ന് പറയുമ്പോൾ ഈശോയാകുന്ന മാർഗമാണല്ലോ. അപ്പം ഈശോയാകുന്ന ആ ഒരു മാർഗത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അതിനുള്ള ഏറ്റവും ഉചിതമായ ഒരു അവസരമാണ് നോമ്പുകാലം എന്ന് പറയുന്നത്. ഈശോ പറഞ്ഞതുപോലെ കുരിശെടുത്ത് തൻ്റെ പിന്നാലെ വരണം ആണല്ലോ ഈശോയുടെ മാർഗം, അതായിരുന്നു. അപ്പോൾ ആ രക്ഷാകര സംഭവങ്ങൾ സഭ ധ്യാന വിഷയമാക്കുന്ന അവസരമാണ് വലിയ നോമ്പുകാലം എന്ന് പറയുന്നത്. അപ്പം വലിയ നോമ്പിൻ്റെ ആ ചൈതന്യത്തിന് ചേർന്ന രീതിയിൽ മാർഗം എന്ന രീതിയിൽ കർത്താവിനെ അവതരിപ്പിക്കുകയും ആ മാർഗത്തിലൂടെ ഒരാത്മീയ യാത്ര നടത്തുവാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഗ്രന്ഥം, നല്ലൊരു ആത്മീയ ഗ്രന്ഥം എന്ന നിലയിലാണ് എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം. ക്രിസ്തുവിന്റെ ഈ മാർഗത്തിൽ കൂടെ വായനക്കാരെ ഇത് എത്രമാത്രം നടത്തുമെന്ന് അങ്ങനെയൊക്കെയൊന്ന് പങ്കുവെക്കാമോ? ഇത് ഇതിൻ്റെ ഒരു സവിശേഷത ഞാൻ കണ്ടത് ഒരു സമഗ്രത ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു നോമ്പുകാല ചൈതന്യത്തിൻ്റെ എല്ലാ വശങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ കാണുന്നത് അത് വേദപുസ്തക അധിഷ്ഠിതമാണെന്നുള്ളതാണ്. ഒരു ആധികാരികത പുസ്തകത്തിനുണ്ട്. കാരണം അതിൻ്റെ ഉറവിടം വേദപുസ്തകം തന്നെയാണ്. അത് കർത്താവിനെ കേന്ദ്രീകരിച്ച് വേദപുസ്തകത്തെ ആധാരമാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച്
ഈശോയിൽ സംഭവിച്ച ഈശോയെക്കുറിച്ചുള്ള ഒരു ആഴമായ ഒരു ഉൾക്കാഴ്ച, ഈശോയിൽ സംഭവിച്ച കാര്യങ്ങൾ, രക്ഷാകരമായ സംഭവങ്ങൾ, അതിൻ്റെ പഴയ നിയമത്തിൻ്റെ പ്രതിരൂപങ്ങൾ, അത് പഴയ നിയമത്തിലുമായിട്ട് ബന്ധപ്പെടുത്തി ആ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ ഈശോയെ അവതരിപ്പിക്കുക, ആ രക്ഷാകര സംഭവങ്ങളെല്ലാം അവതരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ തരത്തിൽ ഒരു പുസ്തക അടിത്തറ അതിന് ഉണ്ട്. അതുതന്നെ ബൈബിളിൻ്റെ ഒരു സന്ദേശം, വേദപുസ്തകത്തിൻ്റെ ഒരു സന്ദേശം ഉൾക്കൊള്ളാനും സഹായിക്കുന്നുണ്ട്. ഈശോയിൽ കേന്ദ്രീകരിച്ച് വേദപുസ്തകം നൽകുന്ന സന്ദേശം എന്താണ് എന്ന് അത് നൽകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പ്രായോഗികതയുണ്ട്. വെറുതെ താത്വികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മാത്രം പോവുകയല്ല ചെയ്യുന്നത്. പ്രായോഗികമായിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്ന് പറഞ്ഞാൽ സ്വയം ഒരു ആത്മശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിൽ വെറുതെ പുസ്തകം വായിച്ച് കുറേ ആശയങ്ങൾ ഉൾക്കൊണ്ടുപോയാൽ മാത്രമാവില്ല, മറിച്ച് അത് ജീവിതമാകണം. ആ തരത്തിൽ അത് ഒരു നവീകരണത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഞാനും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഞാനതിന് പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഭാവം പിന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വായനക്കാർക്ക് ആ രീതിയിൽ ജീവിതബന്ധിയായിട്ട് ഈശോയുടെ ഈ അനുഭവങ്ങളെ കാണാനും അത് സംസ്കരിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ചിന്ത. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു പുസ്തകത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ താളുകൾ ഞാൻ മറിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് അനേകം സഭാപിതാക്കന്മാരുടെ കോട്ടുകളും സഭാ പഠനങ്ങളും ഒക്കെ ഊന്നി പറഞ്ഞതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് ഇത് ശരിക്കും ഒരു ആവശ്യമല്ലേ? ഇത് എത്രമാത്രം ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഇതിന് സാധിക്കുന്നുണ്ട്? അല്ല, അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതായത് ഈ പുസ്തകത്തിന് ഒരു ഈട് നൽകുന്നതാണ്. സഭാപിതാക്കന്മാരെന്ന് പറയുമ്പോൾ അവർ പിന്നെ ഈ വേദപുസ്തകം അല്ലെങ്കിൽ മിശിഹായെ രക്ഷാകര സംഭവങ്ങളെയൊക്കെ ദീർഘകാലം ബൈബിളിലൂടെയൊക്കെ വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ജീവിച്ചവരാണ്. അപ്പോൾ അവരുടെ ചിന്തകൾ, അവരുടെ ദർശനങ്ങൾ ഒക്കെ ഇവിടെ ഓരോ ദിവസത്തെയും വിചിന്തനത്തിൽ അവരെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം സഭാപിതാക്കന്മാരോടൊപ്പമുള്ള ഒരു യാത്രയായിട്ട് കാണുന്നുണ്ട്. അതാണ് സഭാപിതാക്കന്മാർ എന്ന് പറയുന്നത് സഭയുടെ സ്തംഭങ്ങളിലൊന്നാണ് സഭാപിതാക്കന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പിൻബലം, സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാട്, ആ ഒരു പിൻബലം ഈ പുസ്തകത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും മാർഗം എന്ന് പറയുന്ന ഈ പുസ്തകം അനേകം ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. ഇംഗ്ലീഷ്, മലയാളം പതിപ്പുകളിൽ അത് ഒരേ സമയത്ത് അനാവരണം ചെയ്യപ്പെടുകയാണ്. ഈ നിമിഷത്തിൽ പിതാവിന് എന്തെങ്കിലും ഈ ബുക്കിനെ കുറിച്ച് നമുക്കവിടെ പറയാനുണ്ടോ? ബുക്കിനെ കുറിച്ച് ഞാൻ ബുക്കിൻ്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് എനിക്ക് വളരെ അപ്രീസിയേഷൻ ഉണ്ട്. അതായിട്ട് ഒന്ന് കൊച്ചച്ഛനാണ്, വളരെ ചെറുപ്പക്കാരനാണ്, പിന്നെ നല്ലൊരു ധ്യാനഗുരു. ഇപ്പം കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് ദൈവം നൽകിയ കഴിവായിട്ട് ഞാൻ കാണുന്നു. അത് ശരിക്കും വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം തയ്യാറാക്കാൻ വേണ്ടി. അതിൻ്റെ വിവിധ വശങ്ങൾ അത് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇപ്പം പ്രാർത്ഥനയിലേക്ക് ഒരു ആഭിമുഖ്യം നൽകുന്ന ഒരു പുസ്തകമാണത്. പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നു പ്രാർത്ഥനകൾ. ആ രീതിയിൽ അദ്ദേഹം പിന്നെ നന്നായിട്ട് അധ്വാനിച്ച് പിന്നെ അതിൻ്റെ ഒരു സമഗ്രതയിൽ പുസ്തകം രൂപീകരിക്കാൻ സാധിച്ചു. അപ്പം ചെറുപ്പക്കാരനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ നല്ലൊരു ഗ്രന്ഥം ഈ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അത് പ്രയോജനകരമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതുപോലെയുള്ള സൃഷ്ടിപരമായ പിന്നെ സംഭാവനകൾ ഇനിയും കൂടുതൽ നൽകുവാൻ അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.